വന്ന് നോക്കിയപ്പോഴാണ് ഇന്നത്തെ വകക്കില്ല കിട്ടിയത് കേട്ടോ. റൂമൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കാം കേട്ടോ. നമ്മൾ രാവിലെ തന്നെ അത് കാണുമ്പോൾ ഒരിടങ്ങേറേക്കാരം. ഇങ്ങനെ ചെയ്യലൊന്നുമില്ല, പക്ഷെ എനിക്ക് ഈ എൻഗേജ്മെൻറ്റിൻ്റെ ഹാമ്പറൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാണ്ടായിനി. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ടൈം കിട്ടിയിട്ടില്ല ഇനി. അപ്പം ഇന്നാണൊന്ന് ശരിയായത്. ഇതൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കുമ്പോൾ പിന്നെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു സമാധാനവും ഇല്ലാത്തൊരു സന്തോഷമൊക്കെ ഇക്കാര്യം മനസ്സിൽ. എനിക്കിഷ്ടാട്ടോ ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് ചെയ്യണത്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഓരോ ജോലിയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടണ ഒരു സന്തോഷം അത് വേറെ തന്നെ ഇക്കാരം. പിന്നെ ഏതായാലും ഇവിടേക്ക് ഒന്ന് സെറ്റാക്കി വെക്കല്ലേ, അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ എടുത്തത് കേട്ടോ. പിന്നെ കുറേ സ്റ്റിക്കറുകളൊക്കെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി. അതൊക്കെ ഞാൻ കട്ട് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കുമ്പോൾ തന്നെ നമുക്ക് അധികം സമയം പോവല്ലേ. പിന്നെ സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് അവിടെ മാറ്റി വെച്ചേക്കാം കേട്ടോ. ഇത് പിന്നെ ബൊക്കൻ്റെ ഷീറ്റാണ്. എനിക്കൊരു ബൊക്ക ഉണ്ടാക്കി കൊടുക്കാണ്ടായിനി. അപ്പം അതിൽ ബാക്കി വന്ന പീസാട്ടോ. ഞാൻ കളയിലൊന്നുമില്ല, അങ്ങനെ എടുത്ത് വെക്കലെന്നെ. എന്തെങ്കിലുമൊക്കെ ഫ്രെയിമൊക്കെ ഉണ്ടെങ്കിൽ പാക്ക് ചെയ്യാനൊക്കെ. ഈ ഒരു നോട്ട് ഞാൻ പുതിയ വാങ്ങിച്ചതാട്ടോ. അവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കാലോ എന്ന് കരുതിയിട്ട് കേട്ടോ. ഒരു എലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ ഒരു കവറിങ്ങൊക്കെ വന്നിട്ടുള്ളതാണ്. ഈ ഒരു ബോക്സ് ഞാൻ ഇന്നലെ രാത്രി ചെയ്ത് വെച്ചതാട്ടോ. കസ്റ്റമർ അങ്ങനെ ബ്ലൂ തീമിൽ വേണമെന്ന് പറഞ്ഞപ്പം അതേപോലത്തെ ഒരു ബോക്സ് വാങ്ങിക്കൊടുന്നിട്ട് ഫ്ലവറൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തതാണ്. ഇനി ഇതേക്ക് ഫ്രെയിമും പിന്നെ സാരി, അതായത് ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ്. ഈ ഒരു ബാസ്ക്കറ്റ് ഞാൻ പുതിയ വാങ്ങിച്ചതാട്ടോ. അതായത് നേരത്തെ ഒരു നോട്ട് വാങ്ങിയെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വാങ്ങിയതാണ്. ചെറിയ സാധനം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്യൂട്ട്നെസ് ആട്ടോ കാണാൻ. അവിടെ പല കളറായിട്ടുണ്ടായിന്, പക്ഷെ എനിക്ക് വൈറ്റ് ആട്ടോ ഇഷ്ടമായത്. പിന്നെ അന്ന് തന്നെ ഈ ഫ്രെയിമും 2 A4ഉം 2 A5ഉം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലവർ ഞാൻ പുതിയ വാങ്ങിച്ചതാട്ടോ. ഈ ബോക്സിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ആ കളർ തീമിലുള്ള ഫ്ലവർ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങി. ഈ ഒരു കാർഡ് ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്ത് വെച്ചതാട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ വെച്ചിട്ട് തന്നെയാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ ഇങ്ങനത്തെ ഒരു എഡിറ്റിങ്. എവിടെ നോക്കിയാലും ഈ ഫോട്ടോ ആണല്ലോ, ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കണല്ലോ. അപ്പം അങ്ങനെ വെറുതെ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ ചെയ്തതാണ്. ഇത് പിന്നെ എനിക്ക് പോളറോയിഡിൻ്റെ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ടായിനി. അപ്പോൾ ഞാനിങ്ങനെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ളൂ, കട്ട് ചെയ്തിട്ടൊന്നുമില്ല. പ്രിൻ്ററൊന്ന് ക്ലീൻ ആക്കുകയാണ്. കുറച്ച് ദിവസമായി ഞാനതൊന്ന് തുടച്ചിട്ട്, അപ്പോൾ ആകെ പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു കഷ്ണം വെച്ചിട്ട് ഇങ്ങനെ തുടക്കണം മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനത് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കയ്യിലുണ്ടായിന് ഒരു ക്ലോത്ത് ഉണ്ടായിന്, സാറ്റിൻ്റെ ക്ലോത്ത്. വീഡിയോ ഒക്കെ എടുക്കാൻ ഉപയോഗിച്ചാണ്. കുറേ മുന്നേ ഉപയോഗിച്ചത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അധികം അത് യൂസ് ചെയ്യലില്ല. അപ്പോൾ
ഞാൻ ആ ക്ലോത്ത് എടുത്തിട്ട് ഇതിൻ്റെ മുകൾക്ക് ഇങ്ങനെ മൂടി വെക്കാം കേട്ടോ. പൊടിയൊന്നും പാറണ്ടല്ലോ എന്ന് കരുതിയിട്ട്. ഏകദേശം ഇപ്പം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓരോന്ന് അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കട്ട് ചെയ്ത പേപ്പറുകളും അങ്ങനത്തെ കുറച്ച് വേണ്ടാത്ത സാധനങ്ങളൊക്കെ അടിച്ചോരി കളയണം. ഈ ഒരു വലിയ കവർക്ക് ഇട്ടേക്കട്ടല്ലോ, അതും അടിച്ചോരി എല്ലാ വേസ്റ്റ് വയ്ക്കാൻ ഇട്ടേക്കാണ്. പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്നതും ഞാൻ അയക്കനെ തട്ടിയേക്കാണ്. ഇനി പുറത്ത് കൊണ്ടുപോയിട്ട് അത് കത്തിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. റൂമൊക്കെ ഇപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബായ്.